നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പൊന്നാനി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രജീഷ് ഭൂപ്പാലയാണ്. സർ, നമ്മൾ സ്കൂളുകളിൽ നിന്ന് അനവധി പഠനയാത്രകളും വിനോദയാത്രകളും ഒക്കെ നടത്തിയിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൊന്നാനി ഉപജില്ലയിലെ ഗവൺമെന്റ് യു പി സ്കൂൾ ചെറുവായ്ക്കര സംഘടിപ്പിച്ച നേരിട്ടറിയാം കൃഷി എന്ന കാർഷിക പഠനയാത്ര വളരെ കൗതുകമുണർത്തുന്നതും, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാർഷിക യാത്ര സംഘടിപ്പിച്ചത് കേട്ടിട്ടുള്ളത്. അപ്പൊ എന്താണ് അത്തരത്തിലൊരു കാർഷിക യാത്ര, ഒരു കാർഷിക പഠനയാത്ര സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യം? അത് കൃഷിയുടെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ ഭാഗത്ത് കൃഷി കൂടി ഉൾപ്പെടുത്തണമെന്ന നിരന്തരമായ നമ്മുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചതിന്റെ ഭാഗമായി 7ാം ക്ലാസ്സിലെ പാഠ്യപുസ്തകത്തിൽ കൃഷി ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ്. കുട്ടികൾ തിയറി വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ അത് പ്രാക്ടിക്കലായി നേരിട്ട് കണ്ട് പഠിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൃഷി വിജ്ഞാന കേന്ദ്രമായ തവനൂർ കൃഷി കേന്ദ്രത്തിലേക്ക് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്ന് ഒരു പഠനയാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ നമ്മളങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇത് ആകെ മാതൃകയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം സാധാരണ വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മൾ വിനോദയാത്രയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. കൃഷി പഠന വിഷയമായിട്ടുള്ള ഒരു വിനോദയാത്ര ഒരു പക്ഷേ വളരെ ചുരുക്കം വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു യാത്ര പോവാറുള്ളത്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ പുതിയ കാലത്ത് കാർഷിക മേഖലയിലേക്ക് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ കടന്നു വരണം. കൃഷി എല്ലാവരും കൃഷിയുടെ ഭാഗമായി മാറണം എന്ന ഒരു സന്ദേശമാണ് വിദ്യാലയങ്ങളിലെ ഭാഗമായി കൃഷി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശാക്തീകരണ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായി പ്രാദേശികമായി നമുക്കറിയാം, നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവര് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടേബിളിലേക്ക് എത്തുന്നത് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ വിദ്യാർത്ഥികൾ അങ്ങനെ മനസ്സിലാക്കുന്നതിനും ഭക്ഷണം ഉണ്ടാക്കുന്ന കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും, അങ്ങനെ പുതിയ തലമുറ പരിചയപ്പെട്ട് കാർഷിക മേഖലയിൽ നല്ല ജ്ഞാനമുള്ളവരായി മാറിയാൽ അവര് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ നല്ല അക്കാഡമിക്കൽ നോളജിനോടൊപ്പം തന്നെ അഗ്രികൾച്ചർ നോളജ് കൂടി അവർക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുള്ള ഒരു തലമുറയാണ് ഈ കേരള സംസ്ഥാനത്തിന് ആവശ്യം. അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയും, നിലനിൽക്കുന്ന ഉൽപാദന മേഖലയിലെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയും. അങ്ങനെ ഉൽപാദന മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്നാൽ നമ്മുടെ സാമ്പത്തിക മേഖലയെ സുസ്ഥിരപ്പെടുത്താനും അത് ശാശ്വതമായ ഒരു മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന ഘട്ടത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുമെന്ന വലിയ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ പഠനത്തോടൊപ്പം കാർഷിക മേഖലയിലെ അറിവ് കൂടി അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതി നമ്മളിപ്പോ അവലംബിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പൊന്നാനിയിലെ ഗവൺമെന്റ് യു പി സ്കൂൾ ചെറുവായ്ക്കരയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പഠനയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പഠനയാത്ര അവര് വിജ്ഞാനത്തിൽ പോയി പഠിച്ച് തിരിച്ചു വന്ന് അവരവരുടെ വീടുകളിലും അതുപോലെ തന്നെ അവരുടെ വിദ്യാലയത്തിലും ഈ വിജ്ഞാനം കൂടുതൽ വിജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള നല്ല മാതൃകാ വിദ്യാർത്ഥികളായി അവരെ ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർ, കുട്ടികൾക്ക് പൊതുവെ യാത്ര ചെയ്യാനും ഇതുപോലെ വിനോദയാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു കാർഷിക പഠനയാത്രയിലേക്ക് പോയപ്പോ അവരെങ്ങനെയാ അതിനോട് പ്രതികരിച്ചത്? അവരതിനോട് പൂർണ്ണമായിട്ടും യോജിച്ചോ? എങ്ങനെയായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ്? വലിയ ഉത്സാഹത്തിലാണ് അവർ യാത്ര പുറപ്പെട്ടത്. യാത്ര പുറപ്പെടുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ വിജ്ഞാന കേന്ദ്രത്തില് ഈ നമ്മുടെ പഠനയാത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ
കാർഷിക വിജ്ഞാന കേന്ദ്രം തവനൂരിന്റെ ഈ ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് കൂടിയായ നമ്മുടെ സാറുമായി ഞാൻ അല്പം മുൻപ് സംസാരിച്ചിരുന്നു. സാറ് എന്നോട് പറഞ്ഞത് വളരെ ഉന്മേഷമുള്ള, വലിയ ഉത്സാഹമുള്ള നല്ല കുട്ടികളാണ് ഇവിടെ ഈ പരിശീലനത്തിന് വന്നിട്ടുള്ളത്. മിടുക്കരായ കുട്ടികളാണ് വന്നിട്ടുള്ളത്. അവർ വലിയ ഉത്സാഹത്തോടെ എല്ലാം നോക്കിക്കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു വരികയാണ് എന്നാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൃഷി വിജ്ഞാന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജബ്ബാർ അല്പം മുൻപ് എന്നോട് സംസാരിച്ചു. സർ, നിലവിൽ ഈ പദ്ധതി 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ ഇനി വരും കാലങ്ങളിൽ ഇത് മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ പാഠ്യഭാഗം 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഈ വിഷയം ഉള്ളത് കൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യത്തോടെ ആ കുട്ടികളെ കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ കുട്ടികൾ ഈ പാഠ്യഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായി 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇന്ന് കൊണ്ടുപോയി. ഇത് എല്ലാ വിദ്യാലയത്തിലെയും എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ പരിശീലിപ്പിക്കാൻ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ വിദ്യാലയങ്ങളിലും വീടുകളിലും ഒക്കെ ഉണ്ടാകാനാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം കുട്ടിയും രക്ഷിതാവും അധ്യാപകരും ഈ പഠനത്തോടൊപ്പം കാർഷിക മേഖലയിലെ പ്രവൃത്തിയെ സംബന്ധിച്ചും കൃഷിയെക്കുറിച്ചും അറിയാനും കൃഷി ചെയ്യുന്നവരായി മാറുന്നവരുമായി മാറുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആകുമ്പോൾ വിദ്യാലയത്തിലെ എല്ലാവരെയും ഇതിന്റെ ഭാഗമാക്കി മാറ്റുക തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കൂളുകളിൽ ഇത്തരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു പ്രവൃത്തികളൊക്കെ നടത്തുന്നുണ്ടോ? കൃഷി എന്തെങ്കിലും തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടോ കുട്ടികള്? തീർച്ചയായും ഈ വർഷം നമ്മൾ കൃഷി വകുപ്പുമായി സഹകരിച്ച് ഒരു കൃഷിത്തോട്ടം നമ്മുടെ വിദ്യാലയത്തിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസറൊക്കെ വന്ന് കുട്ടികൾക്ക് വേണ്ട പരിശീലനവും വിത്തൊക്കെ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് വിദ്യാലയത്തിന്റെ അകത്ത്, ഈ ക്യാമ്പസിനകത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തുടക്കം കുറിച്ചു കഴിഞ്ഞു. മറ്റ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കുട്ടികളെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ ഇതുപോലെ ഒരു കാർഷിക പഠനയാത്ര പോലെ വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും പദ്ധതികൾ കുട്ടികൾക്കായി ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഈ വിദ്യാലയത്തില് വ്യത്യസ്തമായ കുറെ ആക്ടിവിറ്റീസുകളാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പോ കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ പുതിയ കാലത്ത്. അപ്പോ വിദ്യാലയത്തിൽ ഒരു ലൈബ്രറി തന്നെ തുടങ്ങാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ അതിന് ഉദ്ഘാടനം കഴിഞ്ഞു. പുസ്തകത്തോണി, ആ പുസ്തകത്തോണിയിൽ വിദ്യാലയത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പുസ്തകം ശേഖരിച്ച് ആ ലൈബ്രറിയിൽ അത് പരസ്പരം കൈമാറി വായനാശീലമുള്ള വിദ്യാർത്ഥികളായി മുഴുവൻ ഇതുപോലെ വ്യത്യസ്തമായ പല ആക്ടിവിറ്റീസുകളിലും കുട്ടികളെ ഇടപെടിക്കുന്നുണ്ട്. കുട്ടികളെ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളായി വാർത്തെടുക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അതിന് പ്രാദേശിക ഭരണകൂടവും പ്രാദേശികമായിട്ടുള്ള സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ പേരും ഇതിന്റെ ഭാഗമായി മാറുക. കുട്ടികൾക്ക് നല്ല ഭക്ഷണം വിദ്യാലയത്തില് ഉച്ചഭക്ഷണം ഒരുക്കുമ്പോൾ സർക്കാരിന്റെ എല്ലാ സഹായവും ഇതിന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു മോണിറ്ററിംഗ്, ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ വിദ്യാലയങ്ങളിലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടികൾ. വിദ്യാലയത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ക്ലബ്ബ് രൂപീകരിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പൊതു സമൂഹത്തിനോട് പറയുന്ന തരത്തിലുള്ള വ്യത്യസ്ത പരിപാടികൾ അവിടെ നടക്കുന്നു. കുട്ടികളുടെ ഇംഗ്ലീഷ് അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് പുതിയ പദ്ധതിയുമായി വിദ്യാലയത്തിൽ നമ്മൾ സ്കീം കൊണ്ടുവന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷിൽ കുട്ടികൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഈ വർഷം നമ്മൾ ആരംഭിച്ചു വിദ്യാലയത്തിൽ. പൊതുവിദ്യാലയമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായ രീതി കുട്ടികളെ നല്ല അക്കാഡമിക്കൽ തലത്തിൽ നല്ല മികവുള്ളവരാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ
മറ്റിതര മേഖലയിലും അവരെ മികവുള്ളവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. മറ്റ് ശാസ്ത്രമേളയിലായാലും കലാസാംസ്കാരിക രംഗത്തായാലും കുട്ടികളുടെ കഴിവുകളെ നല്ലപോലെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ നമ്മുടെ ഗവൺമെന്റ് UP സ്കൂൾ ചെറുവായക്കരയിൽ നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കുട്ടികളുടെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഈ രക്ഷിതാക്കളുടെ ഒരു പിന്തുണ വളരെ വലുതാണ്. ഈ വിദ്യാലയത്തിലെ എല്ലാ പൊതുപരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ രക്ഷിതാക്കൾ വലിയ രീതിയിലാണ് കുട്ടികളെ ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ അവരെ എല്ലാ പിന്തുണയുമായിട്ട് അവരുടെ കൂടെ രക്ഷിതാക്കളുണ്ട്. ഒരുപക്ഷെ ഏറെക്കുറെ എല്ലാ രക്ഷിതാക്കളും വിദ്യാലയവുമായി നിരന്തരം ബന്ധമുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ പഠന വിഷയങ്ങളിലായാലും മറ്റിതര കാര്യങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും രക്ഷിതാക്കൾ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അധ്യാപകർ അധ്യാപകരെ നമ്മൾ വളരെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെ വിദ്യാലയത്തിൽ വരുന്ന കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ നല്ല രീതിയിൽ പഠന കാര്യങ്ങളിലും മറ്റിതര കാര്യങ്ങളിലും അവരെ മികവിന്റെ കുട്ടികളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സർക്കാർ വിദ്യാലയത്തിന്റെ പൊതുവിദ്യാലയത്തിന്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് നോക്കി കാണാൻ കഴിയുന്നത്. നല്ല മിടുക്കനായ അധ്യാപകരാണ്. ആ മിടുക്കനായ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള കർമ്മ പരിപാടികളാണ് വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനത്തിന് വേണ്ടി മികച്ച ഒരു മികവിന്റെ കേന്ദ്രമാക്കി വിദ്യാലയം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അധ്യാപകരുടെ കൂടെ രക്ഷിതാക്കളും നഗരസഭ ഭരണ സംവിധാനവും നാട്ടിലെ വെൽഫെയർ കമ്മിറ്റിയും സ്കൂളിന്റെ ക്ഷേമം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള വെൽഫെയർ കമ്മിറ്റിയും ഒക്കെ വളരെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നാട്ടിൻ പുറത്ത് വളരെ സാധാരണക്കാരുടെ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയത്തിന്റെ അക്കാഡമിക്കൽ തലത്തിലെയും മറ്റ് ഇതര മേഖലയിലെയും മികവിന്റെ കാരണത്തിന് കാരണം. അത്രയാണ് ചുരുക്കം രീതിയിൽ പറയാം. എന്തായാലും സാർ, ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ മൊബൈൽ ഫോണിനും ഗെയിംസിനൊക്കെ അടിമകളായിട്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ ഉന്മേഷം പകരുന്നതല്ലേ? അവരങ്ങനെ അഡിക്റ്റ് ആവുന്നതിന്റെ കാരണക്കാർ നമ്മൾ കൂടിയാണ്, ഈ സമൂഹം കൂടിയാണ്. അപ്പോ അവരുടെ ലഹരി മൊബൈലിൽ നിന്ന് മാറ്റി കൃഷി എന്ന ലഹരി, വായന എന്ന ലഹരി, കളി എന്ന ലഹരി, ശാസ്ത്രബോധം വളർത്തുന്ന മറ്റ് ആക്ടിവിറ്റീസുകളിലേക്ക് കുട്ടികളുടെ ലഹരിയെ മാറ്റിയെടുക്കാൻ. അപ്പൊ അവരുടെ ലഹരി ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് പഠന കാര്യങ്ങളിലും സ്പോർട്സ് രംഗത്തും വായനാ രംഗത്തും ഒക്കെയുള്ള കാർഷിക രംഗത്തും ഒക്കെയുള്ള ലഹരിയാക്കി അവരെ മാറ്റിയെടുത്താൽ അവർ ഈ മൊബൈലിന് അഡിക്റ്റ് ആയി മൊബൈലിന്റെ ഭാഗമായി ഇരിക്കുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ കഴിയും. അങ്ങനെ അതിന് ബദൽ കാണാൻ കഴിയും, പ്രതിരോധിക്കാൻ അങ്ങനെ കഴിയും. എന്തായാലും ഇത്തരത്തിലുള്ള പദ്ധതികൾ മറ്റ് സ്കൂളുകൾക്കും മാതൃക തന്നെയാണ്. ആ സ്കൂളുകളും മറ്റ് സ്കൂളുകളും ഇത് പിന്തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സാർ. നന്ദി.